വിഷുവൊക്കെ അല്ലേ വരുന്നത്, നമുക്ക് നല്ല അസൽ പാൽപ്പായസം ഉണ്ടാക്കി നോക്കിയാലോ. അതിനുവേണ്ടി ആദ്യമേ തന്നെ 1/2 ലിറ്റർ വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് 1.5 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. എന്നിട്ട് ഉണക്കലരി ഒന്ന് വേവിച്ചെടുക്കണം. ഇതിപ്പോൾ കുക്കറിലാണെങ്കിൽ 2 വിസിൽ മതി. ഞാനിവിടെ 70 ഗ്രാം ഉണക്കലരിയാണ് എടുത്തിരിക്കണേ. എന്നിട്ട് പാൽ നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒന്ന് വറ്റി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉണക്കലരിയും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം. ഇച്ചിരി നേരം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് യോജിച്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 3/4 കപ്പോളം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഇച്ചിരി മധുരം വേണ്ടതുകൊണ്ടാണ് കേട്ടോ. ഇനി മധുരം കുറയ്ക്കണമെങ്കിൽ 1/2 കപ്പ് ഒഴിച്ചാൽ മതി, പഞ്ചസാര ആഡ് ചെയ്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ ഈ സമയത്ത് ഓഫ് ചെയ്യാൻ ഗ്യാസ്, അതല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഇച്ചിരി പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ നല്ല അടിപൊളി പിങ്ക് പാൽപ്പായസം കിട്ടും. അപ്പം ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വിഷുവിന് അസൽ പാൽപ്പായസം കഴിക്കാം.